ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കിയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഭരണ തുടർച്ചയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി മൂന്നാം ഊഴത്തിനായി പാർട്ടി ഒരുങ്ങുമ്പോൾ നേതൃത്വത്തിന്റെ കാര്യത്തിൽ യാതൊരു അവ്യക്തതയുമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ടീമിനെ നയിക്കുന്ന ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെയായിരിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഭരണ നേതൃത്വം ആരേറ്റെടുക്കണം എന്നതിനെ കുറിച്ച് പാർട്ടി നിലവിൽ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഉചിതമായ സമയത്ത് സാഹചര്യങ്ങൾ വിലയിരുത്തി പാർട്ടി കൂട്ടായി അത്തരമൊരു തീരുമാനം എടുക്കുമെന്നാണ് ബേബി വ്യക്തമാക്കുന്നത്. ഭരണ തുടർച്ചയ്ക്കായുള്ള ഇടതുപക്ഷത്തിന്റെ പോരാട്ടത്തിൽ പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവവും ഭരണ നേട്ടങ്ങളും തന്നെയായിരിക്കും പ്രധാന പ്രചാരണ ആയുധമെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഒരു പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പാർട്ടിയുടെ ഭാവി തന്ത്രങ്ങളെ കുറിച്ചും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും മനസ്സ് തുറന്നത്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് MA ബേബി വിമർശിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്നും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പാളിപ്പോയെന്നും അദ്ദേഹം പരിഹസിച്ചു. ജോസ് കെ മാണിയുടെ പ്രസ്താവനയോടെ പ്രതിപക്ഷത്തിന്റെ അവകാശവാദങ്ങൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. രാഷ്ട്രീയത്തെ കേവലം ഒരു പാരഡിയാക്കി മാറ്റാനാണ് UDF ശ്രമിക്കുന്നത്. പ്രൊഫഷണൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിടുമെന്ന പ്രചാരണം വെറും ചീറ്റിപ്പോയ വിസ്മയം മാത്രമായി അവസാനിച്ചു. രാഷ്ട്രീയമായ സ്ഥിരതയും വിശ്വാസത്തെയും ഇടതുമുന്നണിക്കാണെന്നും ഘടകകക്ഷികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി അധികാരം പിടിക്കാമെന്ന പ്രതിപക്ഷത്തിന്റെ മോഹം നടപ്പിലാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ പ്രതിപക്ഷം വ്യക്തിഹത്യകളും അനാവശ്യ വിവാദങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ബേബി ആരോപിച്ചു. അടുത്തിടെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയും പാർട്ടി നേതാവുമായ A പത്മകുമാറിനെതിരെയുള്ള നിലപാടും ബേബി അഭിമുഖത്തിൽ വ്യക്തമാക്കി. സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പാർട്ടിക്ക് ഈ വിഷയത്തിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ല. കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ നിയമപരമായ നടപടികൾക്കൊപ്പം തന്നെ പാർട്ടി തലത്തിലുള്ള കർശനമായ അച്ചടക്ക നടപടികളും പത്മകുമാറിനെതിരെ ഉണ്ടാകും. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമായ ശബരിമലയുടെ പേരിൽ ഇത്തരം അഴിമതികൾ നടക്കുന്നത് അംഗീകരിക്കാനാവില്ല. കേസിൽ പോലീസ് അന്വേഷണം കൃത്യമായ ദിശയിലാണ് നടക്കുന്നത്. കുറ്റവാളികൾ ആരായാലും അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് CPM-നില്ലെന്നും MA ബേബി വ്യക്തമാക്കി. ഇത്തരം വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ജനങ്ങൾക്ക് വസ്തുതകൾ അറിയാമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനവും വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ കേരളം കൈവരിച്ച മുന്നേറ്റം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. കേരളയിൽ അടക്കമുള്ള വലിയ പദ്ധതികളും സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം നൽകും. പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി താഴെത്തട്ടിലെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലും ഭരണ നേതൃത്വത്തിലും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിക്കുള്ളിലും സജീവമാണ്. എങ്കിലും പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവിന്റെ സാന്നിധ്യം പ്രചാരണ രംഗത്ത് പാർട്ടിക്ക് കരുത്ത് പകരുക തന്നെ ചെയ്യും. ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സാധിക്കുമെന്ന് MA ബേബി നിരീക്ഷിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയും സാമ്പത്തിക ഉപരോധങ്ങളിലും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാകും. BJP-യുടെ വളർച്ചയെ ചെറുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. കോൺഗ്രസ് പലയിടങ്ങളിലും BJP-യുമായി മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ CPM ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോകുന്നു. ഈ നിലപാടുകൾക്ക് കേരളത്തിലെ മതേതര ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ അംഗീകാരവും ലഭിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന ഇടപെടലുകളും പുതിയ വികസന പാക്കേജുകളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്ര ബിന്ദുവാകും. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെയുള്ള പോരാട്ടമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുമെന്നും അതിൽ വിജയം സുനിശ്ചിതമാണെന്നും ബേബി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.